ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ന് നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് ഒരു ബ്ലോക്കിംഗ് സിസ്റ്റം, അതായത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് സിങ്കിൻ്റെ ബ്ലോക്ക്. കിച്ചണിൽ വന്നിരിക്കുന്ന സിങ്കിൻ്റെ ബ്ലോക്കും അതുപോലെ തന്നെ സ്മെല്ലും വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, പ്ലംബിങ്ങിൻ്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നോക്കുന്നത്. ഇത് നമ്മൾ 2 സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കിച്ചണിൻ്റെ സിങ്കും അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെ സിങ്കും. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സിങ്കുകളും ഒന്നിച്ച് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സിങ്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സിങ്കും പതുക്കെ ബ്ലോക്ക് ആവാൻ തുടങ്ങും. അപ്പോൾ 2 സിങ്കും സെപ്പറേറ്റ് പൈപ്പുകൾ നമുക്ക് പറ്റുമെങ്കിൽ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഇത് നമ്മൾ തുളച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ 2 ഇഞ്ച് പൈപ്പാണ് ഇതിൻ്റെ എല്ലാം കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ ഇപ്പോൾ 2 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ചിനേക്കാൾ നല്ലത് കുറച്ചുകൂടി നിങ്ങൾക്ക് കോസ്റ്റ് കാര്യങ്ങളൊക്കെ മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 2.5 ഇഞ്ച് പൈപ്പ് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിലായിരിക്കും കംപ്ലീറ്റ് ചോറും മറ്റ് കാര്യങ്ങളൊക്കെ വേസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പെട്ടെന്ന് നിറയാനുള്ള ചാൻസസും ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് നമ്മൾ കൺസീൽ ചെയ്തിട്ടാണ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ട വർക്ക് ഏരിയയിലെ സിങ്കാണ്. ഇനി സെപ്പറേറ്റ് പൈപ്പുകൾ നമ്മൾ ഇറക്കണം. സെപ്പറേറ്റ് പൈപ്പുകൾ ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിലൂടെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 2 കണ്ട ഈ പറയുന്ന സിങ്കിൻ്റെ കുഴിയിലേക്കാണ്, റെഡിമെയ്ഡ് കുഴിയിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ റെഡിമെയ്ഡ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. റെഡിമെയ്ഡ് ചെയ്യുന്ന കുഴിയുടെ സൈഡ് നമ്മൾ പരിക്കം വെച്ച് ഫില്ല് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മഴവെള്ളം കംപ്ലീറ്റ് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ഈ നമ്മൾ സിങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം അതിൻ്റെ അകത്ത് വരും. അങ്ങനെയും ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വെള്ളം ചില സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എണ്ണമയവും കാര്യങ്ങൾ, അതായത് സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം എണ്ണമയം കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ കുഴിയുടെ സൈഡ് ഒരു പാട പോലെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഒരിക്കലും വെള്ളം പുറത്തേക്ക്, അതായത് ഭൂമിയിലേക്ക് വലിയുന്നൊരവസ്ഥ വരില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് മഴവെള്ളം കംപ്ലീറ്റ് അതിൻ്റെ അകത്തേക്ക് അടിച്ച് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ശരിക്കും ഈ പറയുന്ന ചോറും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു 2 വർഷം 3 വർഷം കൂടുമ്പോൾ അതിൻ്റെ മുകളിൽ തുറന്ന് ക്ലീൻ ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. പിന്നെ നമ്മൾ സിങ്ക് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എൽബോകൾ അതുപോലെയുള്ള, അതായത് 90 ഡിഗ്രി വരുന്ന ഫിറ്റിങ്സുകൾ ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും നല്ലത് ബെൻഡ്, ഷോർട്ട് ബെൻഡ് 45 പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് 90 ഡിഗ്രി വരുന്ന എല്ലാ ഫിറ്റിങ്സുകളും ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ സിങ്കിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നമ്മളൊരു എയർ കൊടുത്തിരിക്കണം. എയർ സിസ്റ്റം മസ്റ്റ് ആയിരിക്കണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം ഒരു പൈപ്പിൽ എന്തായാലും നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് വായു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴി ഫുൾ ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുക, അതായത് പരിക്കും വെച്ചെല്ലാം ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ പൈപ്പിൽ കിടക്കുന്ന എയർ റിലീസ് ചെയ്ത് പോയാൽ മാത്രമേ വെള്ളം വളരെ സുഗമമായിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ അത് ആ എയറിൻ്റെ രീതിയിലനുസരിച്ചിട്ട് നമ്മൾ എയർ കൊടുത്തിട്ടില്ലെങ്കിൽ ആ എയർ കംപ്ലീറ്റ് നമ്മൾ ഒഴിക്കുന്ന സിങ്ക് എവിടെയാണോ ആ സിങ്കിലേക്കിൻ്റെ മുകളിലേക്ക് കാണുന്ന ആ ഗ്യാപ്പിലേക്ക് റിലീസാവും. പക്ഷേ അതെല്ലാം നമ്മൾ സിങ്ക് പുറത്തേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം അവിടെ നമ്മളൊരു എയറിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു എയർ കവൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എയർ സിസ്റ്റം എപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ആ എയർ പുറത്തേക്ക് പോവുകയും ചെയ്യും. വളരെ സുഗമമായിട്ട് പോവുകയും ചെയ്യും. വെള്ളം നേരെ കുഴിയിലേക്കും വേസ്റ്റ് കാര്യങ്ങളെല്ലാം പോവും. പിന്നീട് എന്ത് സംഭവിക്കും, എയർ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർ ഓൾറെഡി പൈപ്പിൻ്റെ അകത്ത് ടൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ചെറുതായിട്ട് ഇറങ്ങിപ്പോവും. ആ വരുന്ന വേസ്റ്റ് കംപ്ലീറ്റ് അതിലൂടെ പതുക്കെ ഈ പൈപ്പിലൂടെ അടിഞ്ഞ് അവിടെ ബ്ലോക്ക് ആവുന്നത്. ഇങ്ങനെയാണ് എയർ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഏകദേശം ഒരു 90% സിങ്കുകളും ബ്ലോക്ക് ആവുന്നതിൻ്റെ മെയിൻ കാരണം. കാരണം ടൈറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കുഴി കിടക്കുന്നത് മണ്ണിലായതുകൊണ്ട് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൈറ്റ് ചെയ്തിരിക്കും. പൈപ്പിൽ കിടക്കുന്ന എയർ റിലീസ് ആവില്ല. ആദ്യം കുറച്ച് വെള്ളവും വേസ്റ്റും കൂടി നമ്മൾ സിങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് പോകുന്നത്. അപ്പോൾ വെള്ളം ആദ്യം പോവും, വേസ്റ്റ് അവിടെ കിടക്കുക. അങ്ങനെ പതുക്കെ അടിഞ്ഞ് ആ പൈപ്പ് എപ്പോഴും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എയർ സിസ്റ്റം നമ്മൾ കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കാര്യം. ഒരു സിങ്കിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഏറ്റവും പറ്റുന്നത് ഒരു ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു ടീ ഇട്ടതിന് ശേഷം, അതായത് ആ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ടീ ഇട്ടെന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല. പിന്നെ മണ്ണിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഇതിൽ എൽബോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ആ ടീ ഇട്ടതിന് ശേഷം ആ ടീയുടെ മുകളിലായിട്ട് ഒരു എയർ കവൾ കൊടുക്കുക. എയർ കവൾ സിസ്റ്റം ഉണ്ട്. ആ എയർ കവൾ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നതിന് അതേ രീതിയിൽ തന്നെ എയർ പുറത്തേക്ക് റിലീസാവും. വളരെ സുഗമമായിട്ട് പോകും.
ഈ രീതി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇട്ടിരിക്കുന്ന 2 ഇഞ്ച് പൈപ്പ് ആണെങ്കിലും 2 ഇഞ്ചിന് താഴേക്കുള്ള പൈപ്പുകൾ നമ്മൾ സിങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. 1.5 ഇഞ്ച് പൈപ്പുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. 2 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ 2 ഇഞ്ച് ഇട്ടാണെങ്കിൽ തന്നെ നമ്മൾ സിങ്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു 2.5 ഇഞ്ച് പൈപ്പായിട്ട് നേരെ സിങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്രയും സുഗമമായിട്ട് നമ്മുടെ ബ്ലോക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് പോകും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ എയർ കൊടുക്കണതിൻ്റെ, അതായത് ടീ ഇട്ടതിന് ശേഷം നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് എയർ കൗൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ എയർ കുഴിയിൽ ഉറപ്പായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, ലിക്വിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ ചോറും മറ്റും കാര്യങ്ങളൊന്നും ദ്രവിച്ചു പോകില്ല. അപ്പോൾ അത് ഒരു ചീഞ്ഞ സ്മെല്ലായിരിക്കും പുറത്തേക്ക് വരിക. ഈ ചീഞ്ഞ സ്മെല്ല് റിലീസാവുന്നത് എയർ കൊടുത്തിട്ട് നേരെ നമ്മുടെ കിച്ചണിൻ്റെ അകത്തേക്കായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊടുത്തിരിക്കുന്ന എയർ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ റിലീസായി പോയിക്കോളും. അങ്ങനെ ബാഡ് സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അത് നിങ്ങൾ തോന്നുന്നു എനിക്ക് ലൈക്ക് ചെയ്യാറില്ല എന്ന് തോന്നുന്നത്, തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.